കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിലെ അർത്ഥം ഇങ്ങനെ: ഇഫ് യു വെയിറ്റ് ഫോർ പെർഫെക്റ്റ് കണ്ടീഷൻസ് യു വിൽ നെവർ ഗെറ്റ് എനിത്തിങ് ഡൺ. തികഞ്ഞ അവസ്ഥകൾക്കായി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ദൈവമെല്ലാം അനുകൂലമായി തരുവാൻ നാം കാത്തിരിക്കുന്നു, അതിനായി നാം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുന്ന ശക്തിയാണ് പ്രാർത്ഥന എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിന് മുന്നമേ യഥാർത്ഥത്തിൽ നാം ചലിക്കേണ്ടിയിരിക്കുന്നു. യോർദാൻ്റെ വെള്ളം രണ്ടായി പിരിച്ചത് ദൈവമായിരുന്നെങ്കിലും യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ആദ്യം ചവിട്ടേണ്ടിയിരുന്നു. ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഗോലിയാത്തിനെ കവിണ്ണു വീഴുമാറാക്കിയത് ദൈവമായിരുന്നു. എങ്കിലും ദാവീദ് തൻ്റെ കവിണയിൽ ഒരു കല്ല് വയ്ക്കുകയും ഫെലിസ്ത്യൻ്റെ നെറ്റിയിലേക്ക് ആദ്യം എറിയേണ്ടിയുമിരുന്നു. ദാവീദിൻ്റെ തയ്യാറെടുപ്പ് കണ്ട് അവൻ്റെ മൂത്ത ജ്യേഷ്ഠനായ ഏലിയാബ് അവനെ ശകാരിച്ചു. ഇശായിയുടെ കുടുംബത്തിന് ദാവീദ് ഒരു അപമാനം വരുത്തി വയ്ക്കുമെന്ന് ഏലിയാബ് കരുതി. എന്നാൽ തന്നെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചവരെ വകവയ്ക്കാതെ മല്ലനായ ഗോലിയാത്തിനെ നേരിടുവാൻ ദാവീദ് മുൻപോട്ട് പോയി. യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ആരെയും നേരിട്ട മുൻ പരിചയമൊന്നും ദാവീദിനില്ലായിരുന്നു. God doesn't always call the qualified, but he always qualifies the called. ദൈവം എപ്പോഴും യോഗ്യതയുള്ളവരെയല്ല വിളിക്കുന്നത്, എന്നാൽ അവൻ എപ്പോഴും വിളിച്ചവരെ യോഗ്യതയുള്ളതാക്കി തീർക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസമോ പരിചയമോ കുടുംബ പശ്ചാത്തലമോ ഒന്നും തന്നെ ദൈവത്തിനൊരു വിഷയമല്ല. കാറ്റിനെ വിചാരിക്കാതെ, മേഘങ്ങളെ നോക്കാതെ വിതയ്ക്കുവാനും കൊയ്യുവാനുമായി തയ്യാറാകുന്ന വിശ്വാസ വീരന്മാരെയാണ് കർത്താവിന് ആവശ്യം. സാഹചര്യങ്ങൾ അനുകൂലമാകുവാനായി നാം ആരും കാത്തിരിക്കരുത്. ഒരുപക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. തികഞ്ഞ അവസ്ഥകൾക്കായി കാത്തിരിക്കാതെ ചലിക്കുവാനായി നാം തുടങ്ങുമ്പോൾ God will give us a glorious finish. മഹത്വകരമായ ഒരു പൂർത്തീകരണം ദൈവം നമുക്ക് നൽകിയിരിക്കും. Have a blessed day.